Dear students, ഇനി നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്നുള്ള മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദിസ് പാർട്ട് വി ആർ ഡിസ്കസിങ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് ഡയറക്ടേഴ്സ് റൈറ്റ്സ്. എന്തൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ്? ഫസ്റ്റ് റൈറ്റ് ടു ആക്സസ് കമ്പനീസ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, മിനിറ്റ്സ് ആൻഡ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. കമ്പനിയുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, മിനിറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ക്ലെയിം റീഎംബേഴ്സ്മെൻറ്റ് ഓഫ് ഓൾ റീസണബിൾ എക്സ്പെൻസസ്. കമ്പനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും കമ്പനിയിൽ നിന്നും തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഡയറക്ടർക്കുണ്ട്. കമ്പനിക്ക് വേണ്ടി ഡയറക്ടർ എന്തെങ്കിലും എമൗണ്ട് റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരികെ വാങ്ങാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ. ഡയറക്ടർ ചെയ്ത ജോബിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ഡിസ്ചാർജ് ദെയർ ഡ്യൂട്ടീസ് വിതൗട്ട് ഇൻ്റർഫിയറൻസ് ഫ്രം കോ ഡയറക്ടേഴ്സ്. മറ്റുള്ള ഡയറക്ടേഴ്സിൽ നിന്നും യാതൊരുവിധ ഇൻ്റർഫിയറൻസും തടസ്സങ്ങളുമില്ലാതെ ജോബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഏതൊരു ഡയറക്ടറിനുമുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു റിസീവ് റീസണബിൾ നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഇനി കമ്പനി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. ആൻഡ് ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു റിമെയിൻ ഇൻ ഓഫീസ് അൻറ്റിൽ ഹി റിസൈൻസ്. റിസൈൻ ചെയ്യുന്നത് വരെ ഓഫീസിൽ തുടരാനുള്ള റൈറ്റ് എല്ലാ ഡയറക്ടേഴ്സിനുമുണ്ട്. ആൻഡ് സബ്ജക്റ്റ് ടു ആർട്ടിക്കിൾസ്, ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ വ്യവസ്ഥ പ്രകാരം ഒരു ഡയറക്ടറിന് ഒന്നിൽ കൂടുതൽ എത്ര കമ്പനീസിലെ ഡയറക്ടർ വരെ ആവാം. അതായത് ഡയറക്ടർ ക്യാൻ ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് സബ്ജക്റ്റ് ടു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് വ്യവസ്ഥ പ്രകാരം ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പും ഒരു ഡയറക്ടർക്ക് ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ്, സബ്ജക്റ്റ് ടു ആർട്ടിക്കിൾസ്, ഡയറക്ടേഴ്സ് പവർ മേ ബി ഡെലിഗേറ്റഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ പറഞ്ഞത് പ്രകാരം ഡയറക്ടേഴ്സിന് അവരുടെ പവേഴ്സ് പാസ് ചെയ്യാം, വേറൊരു ആൾക്ക് പാസ് ചെയ്യാം ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ്. നെക്സ്റ്റ്, സബ്ജക്റ്റ് ടു ആർട്ടിക്കിൾസ്, ഓൾ ഡയറക്ടേഴ്സ് ഹാവ് ഈക്വൽ റൈറ്റ് ടു അറ്റൻഡ് ബോർഡ് മീറ്റിംഗ്. ആർട്ടിക്കിൾസിലെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പറഞ്ഞത് പ്രകാരം എല്ലാ ഡയറക്ടേഴ്സിനും ബോർഡ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ഈക്വൽ റൈറ്റ് ഉണ്ട്. എല്ലാ ഡയറക്ടേഴ്സിനും ബോർഡ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ഈക്വൽ റൈറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദർ ആർ 3 kinds of liabilities. First is liability to outsiders, second is liability to the company, and third is criminal liability. അപ്പോൾ ഓരോ ലയബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ടു ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി ഏതൊക്കെയാണ്? ഡയറക്ടേഴ്സിന് ഔട്ട്സൈഡേഴ്സിനോട് ഏതൊക്കെ രീതിയിലാണ് ലയബിലിറ്റീസ്? ഫസ്റ്റ്, ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി ഓഫ് ഡയറക്ടർ ആസ് ആൻ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ഡയറക്ടേഴ്സിന് ഔട്ട്സൈഡേഴ്സിനോട് ഉള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇഫ് ദ ഡയറക്ടേഴ്സ് എൻറ്റർ ഇൻ ടു എനി കോൺട്രാക്ട് വിത്ത് എനി ഔട്ട്സൈഡർ ഇൻ ദെയർ പേഴ്സണൽ നെയിം ദ വിൽ ബി പേഴ്സണലി ലയബിൾ ടു കംപ്ലീറ്റ് ദ കോൺട്രാക്ട്. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒരു ഔട്ട്സൈഡറുമായിട്ട് അയാളുടെ പേരിൽ, ആ ഡയറക്ടറിൻ്റെ പേരിൽ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്. ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സ് ഒരു ഔട്ട്സൈഡറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ പേഴ്സണലി ലയബിളാണ്, ഡയറക്ടർ പേഴ്സണലി ലയബിളാണ്. ആൻഡ് ഇഫ് ദേ നോയിങ്ലി എൻറ്റേർഡ് ഇൻ ടു എനി അൾട്രാ വയസ് ആക്ട്സ് the directors are liable to make good the loss caused to other parties. ഇനി ഏജൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ടർ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അൾട്രാ വയസ് ആക്ട് ചെയ്തു, അതായത് ഇഫ് ദ ഡയറക്ടേഴ്സ് നോവിങ്ലി എൻറ്റേർഡ് ഇൻ ടു എനി അൾട്രാ വയസ് ആക്ട്, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്തെങ്കിലും അൾട്രാ വയസ് ആക്ടിൽ ഡയറക്ടേഴ്സ് ചെയ്തു. അതായത് അൾട്രാ വയസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are acts beyond the powers of directors. ഡയറക്ടറിൻ്റെ പവറിന് അല്ലെങ്കിൽ അധികാരത്തിനപ്പുറത്തുള്ള കാര്യമാണ് അൾട്രാ വയസ് ആക്ട്. അത് ഡയറക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അൾട്രാ വയസ് ആക്ട് ഡയറക്ടർ ചെയ്തു, അതുവഴി ആ ഔട്ട്സൈഡർക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒരു ലോസ് സംഭവിച്ചു. ദെൻ ദ ഡയറക്ടേഴ്സ് ആർ ലയബിൾ ടു മേക്ക് ഗുഡ് ദ ലോസ് കോസ് ടു
സച്ച് പാർട്ടി. ആർക്കാണോ ഇങ്ങനെ ഈ ഡയറക്ടറിൻ്റെ അൾട്രാ വയസ് ആക്ട് പ്രകാരം നഷ്ടം സംഭവിച്ചത്, ആ നഷ്ടം നികത്താനുള്ള ലയബിലിറ്റി ഡയറക്ടർക്കുണ്ട്. ഇഫ് ഡയറക്ടേഴ്സ് knowingly entered into any ultra vires act, then the directors are liable to make good the loss caused to other party. ഡയറക്ടർ അറിഞ്ഞുകൊണ്ട് ഒരു അൾട്രാ വയസ് ആക്ട് ചെയ്തു. അൾട്രാ വയസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ പരിധിക്ക് അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ പവറിനപ്പുറത്തുള്ള കാര്യമാണ്, അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു, അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുവഴി തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡർക്കൊരു ലോസ് സംഭവിച്ചു. ആ ലോസ് നികത്താൻ ഡയറക്ടർ ലയബിളാണ്. ഇനി ഡയറക്ടറിൻ്റെ ഔട്ട്സൈഡറിനോടുള്ള രണ്ടാമത്തെ ലയബിലിറ്റിയാണ് ലയബിലിറ്റി വിത്ത് റിഗാർഡ് ടു മിസ്ലീഡിങ് പ്രോസ്പെക്ടസ്. മിസ്ലീഡിങ് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സൈഡറിനോടുള്ള ലയബിലിറ്റി. അതായത് ഡയറക്ടർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് എ പേഴ്സൺ ഹു ഹാസ് പർച്ചേസ് ദ ഷെയർസ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് എ പ്രോസ്പെക്ടസ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസിലെ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ കമ്പനിയുടെ ഷെയർസ് വാങ്ങി അതുവഴി അയാൾക്കൊരു ലോസ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലോസ് നികത്താനുള്ള ലയബിലിറ്റി ഡയറക്ടർക്കാണ്. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസിലുള്ള തെറ്റായ വിവരം, അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ കമ്പനിയുടെ ഷെയർസ് വാങ്ങി അതുവഴി ആ പേഴ്സണിന് അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് ഔട്ട്സൈഡർക്ക് ഒരു ലോസ് സംഭവിച്ചു. ആ ലോസ് നികത്താനും ഈ വീഴ്ച വരുത്തിയ ഡയറക്ടർ ലയബിളാണ്. അതാണ് ലയബിലിറ്റി റിഗാർഡിംഗ് മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഡയറക്ടർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് എ പേഴ്സൺ ഹു ഹാസ് പർച്ചേസ്ഡ് ദ ഷെയർസ് ഇൻ ദ ഫെയ്ത്ത് ഓഫ് എ പ്രോസ്പെക്ടസ് വിച്ച് കണ്ടെയ്ൻഡ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഔട്ട്സൈഡറിനോടുള്ള മൂന്നാമത്തെ ലയബിലിറ്റിയാണ് ലയബിലിറ്റി വിത്ത് റിഗാർഡ് ടു അലോട്ട്മെൻറ്റ്. ലയബിലിറ്റി വിത്ത് റിഗാർഡ് ടു ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇനി ഇറഗുലർ അലോട്ട്മെൻറ്റ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ് ഡയറക്ടർക്ക്. അതായത് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അലോട്ട്മെൻറ്റ് ബിഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് ഷെയർ അലോട്ട് ചെയ്യുന്നതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇറഗുലർ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട്സൈഡേഴ്സിനോട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടീനോട് ഡയറക്ടർക്ക് ലയബിലിറ്റി ഉണ്ട്. അതായത് ഡയറക്ടർ ഇങ്ങനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് നടത്തി, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് മുമ്പേ ഷെയർസ് അലോട്ട് ചെയ്തു, അതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഡയറക്ടേഴ്സ് ആർ ലയബിൾ ടു റീഫണ്ട് ദ ആപ്ലിക്കേഷൻ മണി അലോങ് വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 15% പെർ ആനം. അങ്ങനെ ഇറഗുലർ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ഷെയർ ഹോൾഡേഴ്സിനാണോ ഷെയർസ് അലോട്ട് ചെയ്തത് അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ മണി അതിൻ്റെ 15% ഇൻട്രസ്റ്റോട് കൂടിയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ മണി മാത്രമല്ല തിരിച്ചു കൊടുക്കേണ്ടത്, ആപ്ലിക്കേഷൻ മണി 15% ഇൻട്രസ്റ്റ് പെർ ആനം എന്നുള്ള രീതിയിൽ തിരിച്ചു കൊടുക്കണം. അതായത് ഡയറക്ടേഴ്സ് ഒരു ഇറഗുലർ അലോട്ട്മെൻറ്റ് നടത്തി എന്നുണ്ടെങ്കിൽ, ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ബിഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഷെയർ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യാതെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് മുമ്പേ ഡയറക്ടർ അലോട്ട്മെൻറ്റ് നടത്തിയെങ്കിൽ ആർക്കൊക്കെയാണോ ഷെയർ അലോട്ട് ചെയ്തത് ആ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സ് ഇവരുടെ ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യണം. ഒരു 15% ഇൻട്രസ്റ്റ് വെച്ചിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇഫ് ഡിഫോൾട്ട് ഈസ് മെയ്ഡ് ഇൻ കംപ്ലൈയിങ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 40, that is section dealt with securities in stock exchange, the director in default may be punishable with a fine 5 lakh up to 50 lakh rupees and an imprisonment of maximum 1 year. അതായത് ഇനി സെക്ഷൻ 40 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് ഡയറക്ടർ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ ഈ സെക്ഷൻ 40 പ്രകാരം ഉള്ള ഒരു പ്രൊവിഷൻസും ഡയറക്ടർ പാലിച്ചിട്ടില്ല, അയാൾ വീഴ്ച വരുത്തി പാലിക്കാൻ. അതായത് സെക്ഷൻ 40 പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സെക്ഷൻ 40 പറഞ്ഞ പ്രൊവിഷൻസ് പാലിക്കാൻ, കംപ്ലൈ ചെയ്യാൻ ഡയറക്ടർ ഡിഫോൾട്ട് വരുത്തി, വീഴ്ച വരുത്തി എന്നുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഡയറക്ടർ അയാൾ ഫൈൻ കൊടുക്കേണ്ടി വരും. അതുപോലെ ഇംപ്രിസൺമെൻറ്റും ഉണ്ടാവും. ഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയിൽ കുറയാത്തൊരു ഫൈനാണ്, മാക്സിമം 50 lakhs വരെ ആവാം. ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 year വരെ അയാൾ ഇംപ്രിസൺമെൻറ്റ് ആക്കപ്പെടാം.
അതായത് ജയിലിലടക്കപ്പെടാം. ഇതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സെക്ഷൻ 40 ആയിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടർ ഈ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതിരുന്നാലുമുള്ള ഒരു ലയബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടീസിനോടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി. അതായത് ലയബിലിറ്റീസ് ആൻ ഏജൻറ്റ്, ലയബിലിറ്റി വിത്ത് റിഗാർഡ് ടു മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസ് ആൻഡ് ലയബിലിറ്റി വിത്ത് റിഗാർഡ് ടു ഇറഗുലർ അലോട്ട്മെൻറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലയബിലിറ്റിയാണ് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റി. ലയബിലിറ്റി ടു ദി കമ്പനി, കമ്പനിയോടുള്ള ലയബിലിറ്റിയാണ്. എന്തൊക്കെയാണ് കമ്പനിയോടുള്ള ലയബിലിറ്റീസ്? ഡയറക്ടേഴ്സ് ആർ ലയബിൾ ടു ദി കമ്പനി ഫോർ ദി ഫോളോയിങ്. കമ്പനിയോട് എന്തൊക്കെയാണ് ഡയറക്ടേഴ്സിനുള്ള ലയബിലിറ്റി? അതായത് ഇനി പറയുന്ന രീതിയിലാണ് ഒരു കമ്പനിയോട് ഡയറക്ടേഴ്സിനുള്ള ലയബിലിറ്റി. ഫസ്റ്റ്, ലയബിലിറ്റി ഫോർ അൾട്രാ വയേഴ്സ് ആക്ട്സ്. അതായത് അൾട്രാ വയേഴ്സ് ആക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി കമ്പനിക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് നികത്താനുള്ള ഒരു ലയബിലിറ്റി ഡയറക്ടർക്കുണ്ട്. ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഫോർ അൾട്രാ വയേഴ്സ് ആക്ട്സ്, that the directors are liable to make good the loss. അതായത് ഇങ്ങനെ അൾട്രാ വയേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡയറക്ടേഴ്സ് അവരുടെ അധികാരത്തിനപ്പുറത്തുള്ള ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുവഴി കമ്പനിക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് നികത്താനുള്ള ലയബിലിറ്റി ഡയറക്ടർക്കുണ്ട്. And if they act dishonestly to the interest of the company, they will be liable for breach of trust. ഇനി കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യസന്ധമല്ലാത്ത രീതിയിൽ ഡയറക്ടേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ ലയബിലിറ്റിയാണ്, ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റിയാണ്. അതായത് വിശ്വാസവഞ്ചന ചെയ്തതിനുള്ള ലയബിലിറ്റി ഉണ്ടായിരിക്കും അവർക്ക്. If the directors act dishonestly to the interest of the company, they will be liable for breach of trust. എങ്ങനെ കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സിന് ലയബിലിറ്റി, കമ്പനിയോട് ഡയറക്ടേഴ്സ് ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ലയബിലിറ്റി ടു കമ്പനി. ദേ മേ ബി ലയബിൾ ഫോർ നെഗ്ലിജൻസ്. ഇത് അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവഗണന, നെഗ്ലിജൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സ് കമ്പനിയോട് ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ലയബിലിറ്റി ടു ദ കമ്പനി. ഡയറക്ടേഴ്സ് ആർ ലയബിൾ ഫോർ മാലഫൈഡ് ആക്ട്സ്. മാലഫൈഡ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള, ചതിയോട് കൂടിയിട്ടുള്ള ആക്ട്സ്, എന്തെങ്കിലും കമ്പനിയെ ചതിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ട്സ് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ലയബിൾ ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആൻസറബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് കമ്പനിയോടുള്ള ലയബിലിറ്റീസ്. നെക്സ്റ്റ്, തേർഡ് കൈൻഡ് ഓഫ് ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി. എന്തൊക്കെയാണ് കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ക്രിമിനൽ ലയബിലിറ്റീസ്? ഡയറക്ടേഴ്സ് ആർ ക്രിമിനലി ലയബിൾ ഫോർ ദി ഫോളോയിങ് കേസസ്. ഇനി പറയുന്ന പല കേസസിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിൾ ആവാം, അവർക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. അത് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ഇഫ് ദ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ആൻ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോസ്പെക്ടസിൽ തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്ടേഴ്സിന് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഇഫ് ദ പ്രോസ്പെക്ടസ് കണ്ടെയ്ൻ ആൻ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോസ്പെക്ടസിൽ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിയ ഡയറക്ടേഴ്സ് അതിന് ക്രിമിനലി ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് ദ ആപ്ലിക്കേഷൻ മണി ഈസ് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണി ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിൾ ആണ്. ആൻഡ് ഇഫ് ദ റിട്ടേൺ ഓൺ അലോട്ട്മെൻറ്റ് ഈസ് നോട്ട് ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ. ഇനി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ കണക്കുകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിൾ ആയിരിക്കും. അലോട്ട്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടേൺ ഓൺ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ രജിസ്ട്രാറിനെ അറിയിച്ചിരിക്കണം. അത് അറിയിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് മെയിൻറ്റെയിൻ.
അതായത് കമ്പനിയുടെ മെമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സും കമ്പനി കീപ്പ് ചെയ്യണം. അങ്ങനെ അത് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഡയറക്ടേഴ്സ് അതിനും ക്രിമിനലി ലയബിൾ ആയിരിക്കും. ഇഫ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് are not maintained, then the directors may be criminally liable. Next, if the annual general meeting is not called within specified time, നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ അതിനും ഡയറക്ടേഴ്സിന് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അത് വിളിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളാണ്. And if the annual accounts of the company are not placed before the company at every annual general meeting, എല്ലാ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും ആനുവൽ അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആനുവൽ അക്കൗണ്ട്സ് എവറി ആനുവൽ ജനറൽ മീറ്റിങ്ങിലും സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളാണ്. നെക്സ്റ്റ്, ഫെയിലർ ടു ഒബ്റ്റെയിൻ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വാങ്ങാൻ ഡയറക്ടേഴ്സ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനവർ ക്രിമിനലി ലയബിളായിരിക്കും. അതായത് ഡയറക്ടറായി കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളാണ്. ആൻഡ് ഇഫ് ദ ഷെയർ അലോട്ട്മെൻറ്റ്സ് ആർ മെയ്ഡ് വിതൗട്ട് റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇനി മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് മുമ്പേ ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ക്രിമിനൽ ലയബിലിറ്റി കൂടിയാണ്. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്യാതെ ഷെയർസ് അലോട്ട് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇറഗുലർ അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളാണ്. നെക്സ്റ്റ്, ക്രിമിനൽ ലയബിലിറ്റി ഫോർ ഡിസൊബേയിങ് ദ ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളാണ്. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ ഡയറക്ടേഴ്സ് പാലിച്ചിരിക്കണം. അത് പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ അതിനും അവർക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ആൻഡ് ഇഫ് ആക്ടിങ് ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി ആഫ്റ്റർ റിമൂവൽ ബൈ ദി ട്രിബ്യൂണൽ റിമൂവ് ചെയ്ത ഒരു ഡയറക്ടർ പിന്നീടും ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ട്രിബ്യൂണൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഒരാൾ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ക്രിമിനലി ലയബിളായിരിക്കും. ആൻഡ് ഇഫ് എ ഫോൾസ് ഡിക്ലറേഷൻ ഓഫ് ദ സോൾവൻസി ഓഫ് ദി കമ്പനി ഈസ് മെയ്ഡ് ബൈ എ ഡയറക്ടർ. ഒരു ഡയറക്ടർ കമ്പനിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ സോൾവൻസിനെ കുറിച്ചിട്ട് തെറ്റായ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ക്രിമിനലി ലയബിളായിരിക്കും. അതായത് കമ്പനിയുടെ സോൾവൻസി സംബന്ധിച്ചിട്ട് തെറ്റായ രീതിയിലുള്ളൊരു ഡിക്ലറേഷൻ നടത്തിയ ഡയറക്ടേഴ്സ് ക്രിമിനലി ലയബിളായിരിക്കും. ഇതൊക്കെയാണ് ക്രിമിനൽ ലയബിലിറ്റീസ്. അപ്പോൾ ഡയറക്ടേഴ്സിന് 3 രീതിയിലുള്ള ലയബിലിറ്റീസ് ആണുള്ളത്. ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ്, ലയബിലിറ്റി ടു ദ കമ്പനി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ്.